പള്ളി ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു അവന്റെ അളമത്ത് കൊണ്ട് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമാവുന്ന ജമാഅത്തുൽ ഊല അവസാനിച്ചു. ജമാഅത്തുൽ ആഖിർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതിന്റെ മൂന്നാമത്തെ ദിവസവും ഈ മാസത്തിലെ ആദ്യത്തെ ജുമഅയുമാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. ഈ മാസം കൂടി അവസാനിച്ചാൽ പരിശുദ്ധമായ റജബിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധമായ റജബും ശഅബാനും നമ്മളിലേക്ക് ആഗതമാകുകയാണ്. റമദാൻ വിപുലമല്ലാത്ത നിലയിൽ നമ്മുടെ മുമ്പിലേക്ക് കുതിച്ചുകൊണ്ട് എത്തിച്ചേരാൻ കാത്തു നിൽക്കുകയാണ്. അല്ലാഹു നമുക്ക് റമദാനിൽ ചെന്ന് ചേരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാസങ്ങളും ദിവസങ്ങളും എല്ലാം ഒന്നായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലചക്രത്തിന്റെ സീമകൾ സഞ്ചരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡിസംബർ 6, 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുദിനം ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമാണ്, ഒരു ബ്ലാക്ക് ഡേ ആണ്. ഇന്ത്യൻ ചരിത്രത്തിന്റെ മതേതരത്തിന്റെ അജഞ്ചലമായ സ്തൂപസ്തംഭമാകുന്ന ബാബരി മസ്ജിദ് ഈ ചരിത്രത്തിന്റെ സീമകളിൽ വർഗീയവാദികളുടെ കരങ്ങളാൽ തകർക്കപ്പെട്ട സുദിനമാണ് ഡിസംബർ 6. 10-32 വർഷങ്ങൾക്ക് പിന്നിടുന്നു. ആ ദിവസത്തിന്റെ ഓർമ്മയിലാണ് മുസ്ലിം സമൂഹം മാത്രമല്ല മതേതര വിശ്വാസികൾ മുഴുവൻ ഉണങ്ങാത്ത മായാത്ത ഒരു വേദനയായി ഇന്നും ആ നൊമ്പരം നമ്മളെ വെട്ടിയാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയൊരു ബാബരി നമ്മുടെ രാജ്യത്തിലോ നമ്മുടെ ലോകത്തിലോ ഉണ്ടാവാത്ത രീതിയിൽ ജനങ്ങളുടെ സ്നേഹത്തിനും ഐക്യത്തിനും വിള്ളൽ വരാത്ത രീതിയിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവ്വവർഗീയവാദികളുടെയും സർവ്വരീതിയിൽ ഈ രാജ്യത്തിന്റെ അസഹിഷ്ണുതയെ, ഈ രാജ്യത്തിന്റെ സ്നേഹത്തിന്, ഈ രാജ്യത്തിനുണ്ടാകുന്ന എല്ലാ കൂട്ടിയുറപ്പുകൾക്കും തടസ്സമായി നിൽക്കുന്ന സർവ്വ ചതികളെയും ചതിയന്മാരെയും അല്ലാഹു നമ്മുടെ രാജ്യത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷണാർത്ഥം കടന്നു സഞ്ചരിച്ചു പോകുമ്പോഴും ഈമാനാകുന്ന വജ്രായുധം കാത്തു സൂക്ഷിക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ ഉള്ളിൽ ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമാകുന്ന മതത്തിന്റെ മൂല്യങ്ങൾ എത്ര വലുതാണെന്ന് ചിന്തിക്കണം. ലോകത്ത് ഒന്നടങ്കം വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടാണ് 1992 ഡിസംബർ 6 വർഗീയവാദികളാൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഈ മതത്തിന്റെ അനുയായ വൃത്തങ്ങളും മതത്തിന്റെ കാവൽഭടന്മാരാകുന്ന ആലിമീങ്ങളും ഈ സമൂഹത്തിന്റെ മെമ്പറിന്റെ ജുമയുടെ വേദിയിൽ കടന്നു വന്നുകൊണ്ട് ഒരാളും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ നമ്മുടെ സ്നേഹം മതം പഠിപ്പിക്കുന്ന സൗഹാർദ്ദം അങ്ങനെയാണ്. 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരു ഹൈന്ദവന്റെ അല്ലെങ്കിൽ ക്രൈസ്തവന്റെയോ ആരാധനാലയത്തിന് മുമ്പിൽ പോയിട്ട് ആ ആരാധനാലയങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഒരു മൺതരി പോലും നീക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, ഇസ്ലാമിന്റെ മതം അനുവദിക്കുന്നില്ല. എത്ര സുന്ദരമായ മതം നമ്മളെ കാഴ്ചവെക്കുകയാണ്. ഇത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഈ സമൂഹത്തിന്റെ ചരിത്ര നിമിഷങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നത് എത്ര വലിയ കാര്യങ്ങൾക്ക് മുമ്പിലാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത്ര വലിയ കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും ഇവിടെ അക്രമം ഉണ്ടാവാനോ അരാജിതാവസ്ഥ ഉണ്ടാക്കാനോ ഒരു മനുഷ്യനും ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം എത്ര വലിയ സത്യമാണ്. എന്തിന്റെ അടിസ്ഥാനം? അത് ഇസ്ലാം എന്ന് പറയുന്ന മതം നൽകുന്ന മൂല്യമാണ്.
ഇസ്ലാം നൽകുന്ന സാഹോദര്യത്തിന്റെ വർത്തമാനമാണ്, ഇസ്ലാം നൽകുന്ന മൂല്യങ്ങളുടെ വർത്തമാനമാണ്. അതിന് കാരണം അതല്ലാതെ മറ്റൊന്നല്ല, അതല്ലാതെ മറ്റൊരു കാര്യമില്ല അതിനു മുമ്പിൽ. ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ ഇവിടെ ഉണ്ടാവേണ്ട കലാപങ്ങൾ എന്തുമാത്രമായിരുന്നു. അവിടെയെല്ലാം സുബറാകുന്ന ഏറ്റവും വലിയ ആയുധം മുസ്ലിമിന്റെ ഉള്ളിലുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഏറ്റവും വലിയ വജ്രായുധങ്ങളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ കലാം പഠിപ്പിക്കുന്നത്. അത് ഒരു വിഷയത്തിലേക്ക് ചേർത്തുകൊണ്ട് മാത്രമല്ല, സർവ്വ വിഷയങ്ങളിലേക്ക് പ്രതിപാദിക്കുന്ന, സർവ്വ വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ക്ഷമിച്ചാൽ അല്ലാഹു നിങ്ങളെ കൂടെയുണ്ട് എന്ന ഏറ്റവും വലിയ ഉദാത്തമായ ആയത്തിന്റെ സൂത്രത്തിന്റെ മുന്നിലോ ഈമാനുള്ള മുസ്ലിമീങ്ങളെ ക്ഷമിച്ചില്ലേ? അത് ക്ഷമിച്ചത് കൊണ്ട് എന്റെ ഏറ്റവും ഉന്നതമായ ഫലങ്ങൾ ഇന്ന് ഇസ്ലാം അനുഭവിക്കുന്നില്ലേ? 10-30 വർഷങ്ങളിൽ നിന്ന് പിന്നിടുമ്പോഴും ഇസ്ലാമിന്റെ ഈ വളർച്ചയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഈ മതം പഠിപ്പിക്കുന്ന മാനവികതയാണ്, ഈ മതം പഠിപ്പിക്കുന്ന സാഹോദര്യമാണ്, ഈ മതം പഠിപ്പിക്കുന്ന സ്നേഹമാണ്, ഈ മതം പഠിപ്പിക്കുന്ന ഐക്യമാണ്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഈ മതത്തിന്റെ ഏറ്റവും ഉദാത്തമായ കാഴ്ചപ്പാട് നമ്മുടെ നൽകുന്ന കാഴ്ചപ്പാട് ഏതാണ്? നമ്മുടെ മുന്നിലേക്ക് നൽകുന്ന കാഴ്ചപ്പാട് ഏതാണ്? ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഈ ഭൂലോകത്ത് താമസിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളോടൊന്നല്ല, സർവ്വ മനുഷ്യരോടും, ഈ ഭൂലോകത്ത് താമസിക്കുന്ന സർവ്വ മനുഷ്യരോടും നിങ്ങൾ കരുണ കാണിക്കണമെന്നോ, നിങ്ങൾ കാരുണ്യം കാണിക്കണമെന്നാണ് ഈ മതത്തിന്റെ ഏറ്റവും വലിയ അധ്യാപനം. അവിടെ മതത്തിനെ വേർതിരിക്കുന്നില്ല, അവിടെ കാറ്റഗറി വേർതിരിക്കുന്നില്ല, ജാതിയെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ഒന്നും വേർതിരിമില്ലാതെ ഭൂലോകത്തുള്ള സർവ്വരോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം. കാരണം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അല്ലാഹു റഹ്മാനും റഹീമുമാണ്. അല്ലാഹു ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങളോട് മാത്രമല്ല, അല്ലാഹു റഹ്മാൻ, അവൻ റഹീമുമാണ്. അവനെ അനുസരിക്കുന്നവരോടും അവനെ ധിക്കരിക്കുന്നവരോടും അവനോട് ധിക്കാരങ്ങൾ കാണിച്ചു നടക്കുന്നവരോടും നിസ്കാരമില്ലാത്തവനോടും നിസ്കരിക്കുന്നവനോടും ബഹുദൈവ വിശ്വാസിയോടും മുസ്ലിമിനോടും സർവ്വരോടും അല്ലാഹു റഹ്മാൻ, അവൻ കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ എത്ര മുസ്ലിമീങ്ങൾ ഒന്നാം സ്ഥാനത്ത് വരും? ബിൽഖീസ് മുസ്ലിമാണോ? സക്കർബർഗ് മുസ്ലിമാണോ? ലോകത്തിന്റെ ഏറ്റവും വലിയ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മുസ്ലിം ലിസ്റ്റ് കാണില്ല. അവിടെയെല്ലാം അല്ലാഹുവിന്റെ ഏറ്റവും ഉദാത്തമായ കാരണമാണ്, ഈ ആയത്തിന്റെ അടിസ്ഥാനമാണ്. അല്ലാഹു റഹ്മാനാണ്. അംബാനിമാരെ എത്ര വിശ്വാസിയാ അംബാനി എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസികളാണല്ലോ. അതാണ് അല്ലാഹു റഹ്മാനാണ്. ഈ ലോകത്ത് കരുണയും കാരുണ്യവും അല്ലാഹു കൊടുക്കുന്നത് അത് അടിസ്ഥാനം ഇബാദത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മുസ്ലിമാണെന്ന അടിസ്ഥാനത്തിലല്ല. അല്ലാഹു സർവ്വരോടും കരുണ കാണിക്കുന്നു, കാരുണ്യവും കാണിക്കുന്നു. ആ റഹ്മാനായ അല്ലാഹു റഹ്മാനായതുകൊണ്ടാണ് അംബാനി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ അവനോടി അവിടെ അവസാനിക്കുന്നതിന് ശേഷം പറയുന്നുണ്ട് റഹ്മാനിർ റഹീം. അല്ലാഹു റഹീമും കൂടിയാണ്. റഹ്മാൻ എന്ന് അവസാനിപ്പിക്കേണ്ട അല്ലാഹു റഹ്മാനാണ്, ഈ ലോകത്ത് റഹ്മാനാണ്. പക്ഷേ അല്ലാഹു റഹീം. ഈ ലോകത്ത് അനുസരിച്ചവന്, ഈ ലോകത്ത് വഴിപ്പെട്ടവന്, ഈ ലോകത്ത് അല്ലാഹുവിനെ ധിക്കരിക്കാതെ അല്ലാഹു കൽപ്പിച്ചതിനെ ആ മുറപ്പടി അനുസരിക്കുകയും അവൻ വിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ പാടെ വിടുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്ത് യഥാർത്ഥ മുത്തഖിയായി ജീവിച്ച മനുഷ്യനെ അല്ലാഹു റഹീം ആണ്. പല ലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് അല്ലാഹു ഗുണം കൊടുക്കുകയാണ്. അല്ലാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് നന്മ ചെയ്യുകയാണ്, അവർക്ക് ഗുണം കൊടുക്കുകയാണ്. അപ്പൊ ദുനിയാവിലെ ആഡംബരമായി ജീവിക്കാം, ദുനിയാവിലെ അടിച്ചുപൊളിച്ച് ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം. അല്ലാഹു കരുണ ചെയ്യും, വേണ്ട കാര്യങ്ങളും എല്ലാം അവൻ ചെയ്തു നൽകും. മറിച്ച് ഈ ലോകത്ത് വേണ്ടതുപോലെ അനുസരിച്ച് ജീവിക്കാം.
ജീവിച്ചാൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ഒരു സിഫത്ത് തന്നെയാണ്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഇസ്ലാം മതം പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മതത്തിന്റെ ഉള്ളിലേക്ക് ജനങ്ങൾ കയറിയിറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വിശ്വാസികളല്ല അന്നത്തെ കണക്ക് നോക്കിയാൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വിശ്വാസികൾ, മുസ്ലിമിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണങ്ങൾ എത്രമാത്രമാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരെന്ത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കടന്നു വരുന്നത്? ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്, ഇസ്ലാമിന്റെ മൂല്യം പഠിച്ചത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാം പഠിപ്പിച്ച സാഹോദര്യം, ഇസ്ലാം പഠിപ്പിക്കുന്ന സ്നേഹം, ഇസ്ലാമിന്റെ മതത്തിന്റെ മൂല്യം, ഇത് പഠിച്ച് മനസ്സിലാക്കിയ മുഅ്മിനീങ്ങൾ എന്ന് മാത്രമല്ല സർവരും, അത് ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാലും അവരുടെ വിശ്വാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതാണ് സത്യമായ വിശ്വാസം എന്ന് പഠിച്ച് മനസ്സിലാക്കി ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അത് സുന്ദരമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം 1000 പള്ളികൾ തകർക്കപ്പെട്ടാൽ പോലും ഒരു മറ്റു മതസ്ഥന്റെ ഒരു ആരാധനാലയത്തിന്റെ മുമ്പിലൊരു മണ്ണ് പോലും പടച്ചു മാറ്റാൻ പാടില്ലെന്ന് ഉയർത്തി പ്രഖ്യാപിക്കുന്ന എത്ര സുന്ദരമായ മതങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ കലാപം ലോകത്ത് പൊട്ടിപ്പറയേണ്ട ഒരു സമയമായിരുന്നു 1992 പോലും. ശാന്തിയും സമാധാനമായിരുന്നു അന്നത്തെ ഉച്ചയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത് ലോകം യാചിച്ച്. അത് തന്നെയാണ് ആ മതത്തിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. പഠിച്ചു നോക്കണം. അതുപോലെ തന്നെ സൂറത്ത് ഹജ്ജിലെ 65-ാമത്തെ അല്ലാഹു പറയുന്നുണ്ട്, പരിചലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദി വൽ ഫുൽകി തജ്രി ഫിൽ ബഹരി ബിഅംരിഹി വയുംസികു السماء അൻ തഖഅ അലൽ അർദി ഇല്ലാ ബിഇദ്നിഹി വയുംസികു السماء ഈ ആകാശത്തിനെ അല്ലാഹു പിടിച്ചു നിർത്തുന്നുണ്ട്, അൻ തഖഅ അലൽ അർദി ഭൂമിയിൽ നിന്നും തൊട്ടുപോകാതെ, വേഴം തൊടാതെ, ചൊവ്വ തൊടാതെ, ന്യൂട്രോണും ന്യൂട്രോണും തട്ടിപ്പോകാത്ത രീതിയിൽ ഇതിനെ ഇങ്ങനെ ന്യൂട്രോൺ പോലെ ഇങ്ങനെ ചലിപ്പിക്കുന്ന നമ്മുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ എത്ര വലിയ കുതിരത്താണ് നമ്മൾ കാണുന്നത്. ആ ഒരു ചുറ്റളവിൽ നിന്ന്, ആ ഒരു വിസ്തീർണത്തിന്റെ ചുറ്റളവിൽ നിന്നാണ് ശനിയാഴ്ച സംഭവിക്കാൻ പോകുന്ന വേഴന്റെ ഉത്ഭവം. ആ വേഴ നമ്മുടെ രാത്രിയിൽ പൂർണ്ണമായി ഒരു ഗ്രഹം പോലെ, നമ്മൾ കാണുന്ന ചന്ദ്രനെ പോലെ, ഒരു മ്യൂണിനെ പോലെ ആ വേഴം എന്ന ഗ്രഹത്തിനെ നമുക്ക് കാണാൻ പറ്റും, ദുഷ്ടമാക്കാൻ പറ്റും. കാണാതെ ഓപ്പോസിഷനിലേക്ക് കറങ്ങി വരുന്നത് കൊണ്ട് കാണാൻ കഴിയുകയാണ്. സാധാരണ അങ്ങനെയല്ല, സൂര്യൻ ഉദിക്കുന്ന ദിശയിലേക്ക് അത് പോയി മറയുമ്പോൾ സൂര്യൻ മറയുന്നതോടുകൂടി അതും മറയുകയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതോടൊപ്പം അത് ഓപ്പോസിഷനിലേക്ക് മാറുകയാണ്. ഇത് നേരെ തിരിച്ചിട്ട് സഞ്ചരിക്കുന്നു. അതിന്റെ സഞ്ചാരം പദം ഇങ്ങനെ തെളിച്ചു വന്നു. എത്രയൊക്കെ സഞ്ചരിച്ചാലും തമ്മിലൊന്നും ചേരാതെ, തമ്മിലൊന്നും മുട്ടാതെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ്, അത്ര വലിയവനാണ് നമ്മുടെ റബ്ബ്. ഖുർആനല്ലേ ഇത്രമാത്രം വ്യക്തമായും ഇത്രമാത്രം ആധികാരികമായും പറഞ്ഞ വേറെ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ വേറൊരു ബുക്ക് എവിടെ ഉണ്ടാകും? ചരിത്ര ഗവേഷകന്മാർ പറയാതെ മടിച്ചു നിന്നാൽ പോലും ആ ഗവേഷകന്മാരുടെ ഉള്ളിലേക്ക് ഖുർആൻ ചെലുത്തിയ സ്വാധീനം എത്രയോ വലുതാണ്. അവസാന നിമിഷങ്ങളിൽ പലരും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പഠിച്ചാൽ മനസ്സിലാവും. അവസാന നിമിഷങ്ങളിൽ ഐസക് ന്യൂട്ടന്റെ പല സിദ്ധാന്തങ്ങളുടെ ഉള്ളിലും ഐസക് ന്യൂട്ടൻ തൊട്ടുപോവാതെ, അദ്ദേഹം മതമില്ലെന്ന് പറഞ്ഞ ആളാണ് ന്യൂട്ടൻ, എങ്കിലും മരണത്തിന്റെ അവസാനമായാലും അയാളെ എഴുത്തിന്റെ ഉള്ളിലായാലും ഒരു അഭിമാനമുണ്ടല്ലോ. തുടക്കം മുതൽ ഞാൻ കണ്ടുപിടിച്ച ഈ ദൈവത്തിന്റെ ശക്തിയില്ല എന്ന് പറഞ്ഞ ആ അഭിമാനം കൊണ്ട് തുറന്നു പറയാതെങ്കിലും അയാളെ ഉള്ളിൽ കടന്നു പോകുമ്പോഴും റിയാലിറ്റിയെ പറ്റി അദ്ദേഹം പഠിപ്പിച്ചപ്പോഴും ഇതിന്റെ പിന്നിലിരിക്കുന്ന ശക്തിയെ പറ്റി അയാൾ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അഭിമാനം പറയാൻ അയാൾ അനുവദിച്ചില്ലെങ്കിലും പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഖുർആനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. എത്രയോ സയന്റിസ്റ്റുമാരെ കാണാൻ പറ്റും. ഇതൊക്കെ അഭിമാനം കൊള്ളാൻ ഇസ്ലാമിന്റെ അനുയായികൾക്ക് അഭിമാനം കൊള്ളുകയും അതിലുപരി നാളെ എന്ന് പറഞ്ഞ ലോകം നമ്മുടെ മുമ്പിലുണ്ടെന്ന ഓർമ്മയും നമ്മൾ ഉണ്ടാവണം. രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മകൾ ചെയ്യണം. ജീവിതത്തിന്റെ സർവ്വമേഖലയിൽ നന്മകളായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ഏറ്റെടുക്കുകയും അവൻ നിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും തള്ളുകയും ചെയ്ത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവണം. പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നു. ഇനിയെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ
ചേർത്ത് വെക്കാത്ത മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ സർവ്വ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ശുദ്ധിയായി തൗബ ചെയ്തുകൊണ്ട് 5 നേരത്തെ നമസ്കാരം അല്ലാഹുവിന് കൊടുക്കേണ്ട ഏറ്റവും നിർബന്ധമായ കാര്യമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ സമയബന്ധിതമായി ഖളാ വീട്ടിക്കൊണ്ട് ഇനി മുമ്പിൽ നിൽക്കുന്ന വരാൻ പോകുന്ന നമസ്കാരങ്ങൾ നമ്മുടെ ആയുസ്സിന്റെ ബലമനുസരിച്ച് കൊണ്ട് അത് പൂർണ്ണമായും കൃത്യയും നിഷ്ഠയുമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യൗമ തുബദ്ദുൽ അർദു വയറൽ അർദി വസ്സമാവാത് വബറസൂലില്ലാഹിൽ വഹിദിൽ ഖഹാർ. ഇന്നത്തെ ഖുത്ബയിൽ പറയുന്ന ആയത്താണ് യൗമ തുബദ്ദുൽ അർദു വയറൽ അർദി വസ്സമാവാതി വബറസൂലില്ലാഹിൽ വഹിദിൽ ഖഹാർ. ഈ ഭൂമി ലോകത്തിനെ പകരമാക്കാൻ വേറെ ഭൂമിയില്ല, ഈ ആകാശത്തിനെ പകരമാക്കാൻ വേറെ ആകാശമില്ല. ഈ ഭൂമിയെയും ഈ ആകാശത്തിനെയും നമ്മൾ നേരത്തെ പറഞ്ഞ ചൊവ്വയും ഗ്രഹങ്ങളെയും സർവ്വതും കൂട്ടിമുട്ടാതെ സഞ്ചരിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് ആകാശം കൂട്ടിയിടിക്കും, ഈ ഗ്രഹങ്ങൾ കൂട്ടിയിടിക്കും, സർവ്വതും തമ്മിൽ കൂട്ടിമുട്ടും. ഇവിടെ പലതും സംഭവിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. ഈ ലോകത്തിന്റെ അവസാന സമയമുണ്ട്. ഈ ആയത്ത് സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഒരു നിമിഷം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ടോ? മൈക്രോ ഗ്യാപ്പ് പോലും ഇല്ലാതെ ഈ സൂര്യനെ സഞ്ചരിപ്പിക്കുന്ന നമ്മുടെ റബ്ബുണ്ടല്ലോ, റബ്ബ് ഈ കാണുന്ന പ്രകാശ ഗോപുരങ്ങളിൽ നിന്നും ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് അല്ലാഹു വെളിച്ചം കൊടുക്കുമെങ്കിലും ലക്ഷക്കണക്കിന് മൈക്രോ കണക്കിന് ബില്യൺ കണക്കിന് വിദൂരത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പതിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം എത്രമാത്രം ചൂട് കൊണ്ട് അനുഭവിക്കുമെങ്കിൽ ആ സൂര്യനാണ് നമ്മുടെ തലയുടെ ചുവടിന്റെ മുമ്പിൽ ഒരു ചാണിന്റെ മീതെ നമ്മുടെ സൂര്യനാണ് നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു സമയമുണ്ടെന്നോ. ഓർക്കണേ മുഅ്മിനീങ്ങളെ, അത് പഠിക്കണേ മുഅ്മിനീങ്ങളെ. വതറൽ മുജ്രിമൂന യൗമഇദിൻ മുഖർറീന ഫിൽ അസ്ഫാർ. പക്ഷേ അക്രമികളാകുന്ന മനുഷ്യർ ആ ദിവസത്തിൽ അവർ വല്ലാത്ത രീതിയിൽ ഖേദിച്ചു പോകുമേ, വല്ലാത്ത രീതിയിൽ അവർ വിഷമിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ ആരും ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്, മുജ്രിമീങ്ങളായി പോകരുത്, അക്രമികളായി പോകരുത്. അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനെ ആക്രമിക്കുക മാത്രമല്ല, അല്ലാഹുവിനോടും അക്രമം കാണിക്കരുത്. എങ്ങനെ അല്ലാഹുവിനോട് അക്രമം കാണിക്കുന്നത്? നിസ്കാരം ഉപേക്ഷിക്കുന്നത് അല്ലാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. നോമ്പ് ഒഴിവാക്കുന്നത്, ഫർദായ നോമ്പ് ഒഴിവാക്കുന്നത് അല്ലാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, കൽപ്പിച്ച കാര്യങ്ങൾ അതിനെ പ്രവർത്തിക്കാതെ നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അത് അല്ലാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. അങ്ങനെ അല്ലാഹുവിനോട് അക്രമം കാണിക്കുന്നവർക്ക് ഈ വിഷയങ്ങളെല്ലാം നാളെ ബാധകമാകുമെന്ന്. കാരണം നാളെ ഖിയാമത്ത് നാൾ ഈ കാണുന്ന അനുഭവങ്ങളും ഈ പ്രയാസങ്ങളും ആ മനുഷ്യർ കാണുമെന്ന്. വതറൽ മുജ്രിമീന യൗമഇദിൻ, ആ ദിവസത്തിലേക്ക് അക്രമം അല്ലാഹു കാണിച്ചു കൊടുക്കുമെന്നാൽ അവർ അനുഭവിക്കുമെന്ന്. ഈ സംഭവങ്ങൾ അവർ അനുഭവിക്കുമെന്ന്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു